ഹബക്കൂക്ക് 2-ാം അധ്യായം 1 മുതൽ വായിക്കാം. ഞാൻ കൊത്തളത്തിൽ നിന്നും കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവന്റെ മനസ്സ് അവൻ. നമ്മൾ വായിച്ചത് വളരെ നല്ല ഒരു ആലോചന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം. ഒന്ന്, ഒരു കാവൽപ്പുര മുറ്റത്ത് ഒരു കാവൽക്കാരനായി നിൽക്കുന്ന ഹബക്കൂക്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പെട്ടെന്നൊരു വെളിപ്പാട് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എത്ര പേർക്ക് ഒരു വിശ്വാസമുണ്ട് ദൈവം ഇതിനകത്തുണ്ട്? നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ വളരെ വലിയ ദൈവ ഭയത്തോടെ ഈ ആലയത്തിനകത്ത് നമ്മളായിരിക്കുക. നമ്മളെവിടെ പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആലയത്തിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ വളരെ വലിയൊരു ദൈവഭയത്തോടെ. അതിൻ്റെ അർത്ഥം പുറത്തിറങ്ങിയാൽ എങ്ങനെയെങ്കിലും ജീവിക്കാന്നല്ല, അകത്തും പുറത്തും നമ്മളൊരു ദൈവഭയം, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഹബക്കൂക്കിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം പെട്ടെന്നൊരു വെളിപ്പാട് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഹബക്കൂക്ക്, ഞാൻ പറയുന്ന കാര്യം നീ എഴുതണം. എല്ലാവരും പറഞ്ഞിട്ട് എഴുതണം. രണ്ടാമത് പറയുകയാണ്, നീ അത് വരയ്ക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ തരുന്ന ദർശനത്തിന് ഒരു അവധി ഞാൻ വെച്ചിരിക്കുന്നു. ആ ദർശനം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്നോട് ദൈവം പറയുന്ന ചില കാര്യങ്ങളൊക്കെ നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്ത് ആരെങ്കിലും ഇതുവരെ എഴുതാത്തവരുണ്ടെങ്കിൽ കർത്താവ് പറയുക, ചിലതൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. പണ്ട് PG വർഗീസിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിഷിയിൽ, അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എല്ലാ വിഷയങ്ങളും അദ്ദേഹം എഴുതി വയ്ക്കും. ആ എഴുതി വെച്ച ആ കരങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അതിന് മറുപടി കൊടുക്കാനിടയാകും. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ എഴുതി വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിട്ടുള്ള പലതും ഞങ്ങൾ ടിക്കിടാനിടയായി. അതെല്ലാം നടന്ന് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊരു പ്രചോദനമാണ്. പ്രൈസ്. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളോടും പറയുകയാണ്, ഇതുവരെ എഴുതാത്ത ഇതുവരെ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും നടക്കാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിലതൊക്കെ എഴുതി വെക്കണം. ആ എഴുതി വെച്ചിട്ട് യഹോവ ഇരയെന്ന് അതിൻ്റെ മുകളിലൊന്ന് എഴുതിയിട്ട് അതിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. പെട്ടെന്ന് ചില വിടുതലുകൾ, മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ എഴുതുന്ന ഓരോ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സീസൺ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് മുതൽ ഉണ്ടായി വരട്ടെ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ അത് കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ ദൈവം കടാക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണ അതിൽ വെളിപ്പെടുമ്പോൾ അത് ദൈവം പറയും, ഓക്കെ, ഞാനിതിനെ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയുകയാണ്, എഴുതുക മാത്രമല്ല, നീ എഴുതുന്ന കാര്യം ഭാവനയിൽ നീ കാണണം. അത് കണ്ടിട്ട് നീ വരയ്ക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല, നിങ്ങൾ വരയ്ക്കണം. വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് ബൈബിളും എടുത്ത് പ്രസംഗിച്ചുകൊണ്ടൊരു മൈക്കും കൂടെ വരച്ചങ്ങ് വയ്ക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു വീട് വേണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് നിങ്ങൾ അങ്ങോട്ട് വരയ്ക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ വരച്ച് പ്രാപിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഏത് വാഹനമാണ് വേണ്ടത്, നിങ്ങൾ എഴുതുക മാത്രമല്ല, ആ വാഹനത്തെ നിങ്ങൾ എഴുതി വരയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രൊഫറ്റിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്താലും വിശ്വാസത്തോടെ നമ്മളത് വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഹൃദയത്തിലെ വലിയ ആഗ്രഹത്തെ ദൈവം കാണും. അപ്പോൾ ദൈവം പറയും, ഞാനത് സാധിപ്പിച്ചു തരും. പ്രൈസ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ ചിലത് കാണാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നു മുതൽ ചിലതൊക്കെ വരയ്ക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നമ്മുടെ ഇനി വരാൻ പോകുന്ന വലിയ ഒരു ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുക.
ഹല്ലേലൂയ. ഇന്റർനാഷണലായിട്ടുള്ള വലിയ ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്ത് വരയ്ക്കാൻ വേണ്ടി ഒരാളിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വിഷൻ നമ്മൾ വരയ്ക്കണം. നമ്മൾ വരച്ച് കൊണ്ടുവന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കറക്റ്റ് സീസൺ വരുമ്പോൾ ദൈവം അതിനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ഒരു കൂട്ടം പേര് എഴുതുന്ന, ഒരു കൂട്ടം പേർ കാണുന്ന, ഒരു കൂട്ടം പേർ വരയ്ക്കുന്ന, ഒരു കൂട്ടം പേർ. എത്ര ഭയങ്കര മനോഹരമായ കാര്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വിശ്വാസം മാത്രമല്ല, പ്രവൃത്തിയാൽ സാധിക്കുന്നതാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണെന്നാണ് വചനം പറയുക. യാക്കോബിന്റെ ലേഖനം എടുക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ചത്തത് പോലെയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ എഴുതുകയും നമ്മൾ വരയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരാനിടയാകും. നിങ്ങൾക്ക് പുതിയ വീടുകൾ ലഭിക്കും, പുതിയ വാഹനങ്ങൾ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദർശനം കാണുക. ഇന്നു മുതൽ കാണുന്നവരായി മാറട്ടെ. നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾ കാണുന്നവരായി മാറട്ടെ. കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, വരച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകളെല്ലാത്തിനും ദൈവം മറുപടികൾ തരാൻ പോവുകയാണ്. അതിനൊരു ഉദാഹരണമാണ് യാക്കോബ് ഒരിക്കൽ എന്ത് ചെയ്തു, തൻ്റെ ലാബാന്റെ കീഴിൽ 10-20 വർഷക്കാലം ഭയങ്കരമായ അടിമത്ത നുഖത്തില് യാക്കോബ് കിടക്കുകയാണ്. യാക്കോബിനെ ഉപയോഗിക്കുകയാണ്, യാക്കോബിനെ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ അവർ നിങ്ങളെ യൂസ് ചെയ്യും. നിങ്ങൾക്ക് നക്കാപ്പിച്ച പൈസ ശമ്പളം തന്നിട്ട് എന്ത് ചെയ്യും, അവർ നന്നായിട്ട് രാപകലില്ലാതെ നിങ്ങളെ യൂസ് ചെയ്യും. അതുപോലെ ഈ യാക്കോബ് ആ ലാബാന്റെ കൂടെ ആടുകളെയൊക്കെ മേച്ച് അങ്ങനെ യാക്കോബിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം നീതിമാനായതുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച, ദൈവത്തെ കണ്ട യാക്കോബിനോട് ഒരു ദിവസം രാത്രി ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടാനിടയായി. ആ വെളിപ്പെട്ടിട്ട് ആ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നീ കഴിഞ്ഞ വർഷങ്ങളായി നീ കഷ്ടപ്പെടുകയാണ്, എന്നാൽ നിന്റെ കഷ്ടതയ്ക്ക് ഞാൻ പ്രതിഫലം തരാൻ പോവുകയാണ്. പ്രൈസ്. ദൈവം നീതിമാനാന്ന് എല്ലാവരും ഉറക്കെന്ന് വാതുറന്ന്, ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ദൈവം നീതിമാനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, ആരെയും ദണ്ഡിപ്പിക്കാൻ വിട്ടുകൊടുക്കത്തില്ല, ആരെയും ദൈവം എന്നും കരയാൻ വിടുകയില്ല, ആരെയും എന്നും ദുഃഖിക്കാൻ വിടുകയില്ല. നിങ്ങളുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവം, നിങ്ങളുടെ കഷ്ടത കാണുന്ന ദൈവം, നിങ്ങളെ അടിമത്ത നുഖത്തിൽ കടന്ന് നിലവിളിക്കുന്നത് കാണുന്നൊരു ദൈവം. ആ ദൈവം നീതിമാനായതുകൊണ്ട് തൻ്റെ ഭക്തന്റെ കണ്ണുനീര് ദൈവം കണ്ട് ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ആടുകളെയും കൊണ്ട് പോകുമ്പോൾ. അപ്പൊ അതിനു മുമ്പ് തന്നെ ലാബാനും യാക്കോബും തമ്മിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ലാബാൻ പറഞ്ഞു, നല്ല ആടുകളൊക്കെ, ഏറ്റവും നല്ല ആടുകളൊക്കെ എനിക്കുള്ളതും എല്ലാം നിനക്ക് കുറച്ച് ആട് തരാം, അതിനെ കൊണ്ട് നീ പോയിക്കോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ നിനക്ക് കിട്ടിയ ആ ആടുകളെ നീ കൊണ്ടു ചെല്ലുക, അത് വെള്ളം കുടിക്കാൻ വേണ്ടി കിണറ്റിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അതിന്റെ പാത്തിയിൽ നീ എന്ത് ചെയ്യുക, മരങ്ങളുടെ ചില്ലകൾ വെട്ടി, വ്യത്യസ്തമായ മരങ്ങളുടെ ചില്ലകൾ വെട്ടി നീ അവിടെ വെക്കുക. അത് കണ്ടുകൊണ്ട് ഇത് ചനയേൽക്കും. ആ ചനയേൽക്കുന്ന സമയത്ത് അതിനുശേഷം നിനക്ക് ഉണ്ടാകുന്ന ആടിൻ്റെ കുട്ടികളെല്ലാം ഏറ്റവും ആരോഗ്യമുള്ളതും ഏറ്റവും പല പല വർണ്ണങ്ങളുള്ള, പല വ്യത്യസ്തമായ ഡിസൈനുകളുള്ള ആടുകൾ നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് പിറ്റേ ദിവസം ആടുകളെല്ലാം വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ വ്യത്യസ്തമായ നിറങ്ങളുള്ള ഈ മരത്തിന്റെ ചില്ലകൾ വെട്ടിവെച്ചു. ആടുകൾ വന്ന് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് ഈ മരത്തിന്റെ കൊമ്പുകളെല്ലാം വെട്ടിവെച്ചിരിക്കുന്ന കണ്ടപ്പോൾ അതിന്റെ പല വർണ്ണങ്ങളിൽ, പല വ്യത്യസ്തമായ രൂപത്തിലുള്ള അത് കണ്ടുകൊണ്ട് ചനയേറ്റു. പിന്നീടുണ്ടായ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും, നാട്ടിൻ കുട്ടികളെല്ലാം ആരോഗ്യമുള്ള, ഡിസൈനുള്ള ആ കുട്ടികളുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, യാക്കോബിനെ ദൈവം വർദ്ധിപ്പിച്ചു പെരുകുമാറാക്കി. ഹല്ലേലൂയ. അവനുണ്ടായ ഈ തലമുറകളെ അല്ലെങ്കിൽ കാട്ടുകുട്ടികളെ കണ്ട് ലാബാൻ അസൂയപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെപ്രകാരം സംഭവിച്ചു? ഇത് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നീ കുറഞ്ഞു പോകും. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറയാൻ തുടങ്ങും. ദൈവം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മളെ ശൂന്യമാക്കാൻ പിശാച് ശ്രമിച്ചാലും ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്നെ ശൂന്യമാക്കാൻ, നിന്നെ ഒന്നുമല്ലാതാക്കാൻ, നിന്നെ കുറച്ച് കളയുവാൻ, നിന്നെ കഠിനമായ ഒരു അധ്വാനത്തിലോട്ട് നിന്നെ തള്ളിവിടാൻ
നിന്റെ അക്കൗണ്ടുകളെ ശൂന്യമാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ 2024 നീ വർദ്ധിക്കാൻ പോവുകയാണ്. നീ വർദ്ധിക്കും, നീ പെരുകും. എല്ലാവരും പറഞ്ഞാട്ടെ, നീ വർദ്ധിക്കും, ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ വർദ്ധിക്കാൻ പോകുന്നു, ഞാൻ പെരുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ കുറയത്തില്ല, അതിന് പകരം ഞാൻ വർദ്ധിച്ച് പെരുകാൻ പോവുകയാണ്. കാരണം എന്റെ കൂടെ ദൈവമുണ്ട്. എല്ലാവരും ഉറക്കെ വായി തുറന്ന് പറഞ്ഞാട്ടെ, എന്റെ പക്ഷത്ത് യഹോവയുണ്ട്, എന്റെ പക്ഷത്ത് ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ പെരുകും. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് നടക്കാനല്ല, നമ്മൾ വർദ്ധിക്കാനും പെരുകുവാനുമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും നിങ്ങളെ നോക്കി നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. ഞാൻ വർദ്ധിക്കും, ഞാൻ പെരുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അല്ല, ഒരു 4-5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിതി കംപ്ലീറ്റ് അങ്ങ് മാറും. ഈ ആലയത്തിൽ ആരംഭത്തിൽ വന്നതുപോലെ അല്ല ഇന്ന് പലരും ഇരിക്കുന്നത്. അവരൊക്കെ ഇന്ന് ശുശ്രൂഷകരായി, അഭിഷിക്തരായി, പാർഷന്മാരായി അവർ പല രീതിയിൽ വളർന്ന് പന്തലിച്ചതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബവും കാണും. നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം. വിശ്വസിക്കാത്തവർക്കാണ് പ്രശ്നം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീയും നിന്റെ കുടുംബവും വിശ്വസിച്ചാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കാര്യം. 1, എഴുതി വെക്കുക. 2, നിങ്ങൾ എഴുതി വെക്കുന്നത്, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. 3ാമത് പറയുകയാണ്, നിങ്ങൾ ഈ വരച്ചതും എഴുതിയതും ഇന്ന് നടക്കും നാളെ നടക്കുമെന്നല്ല, അതിലേക്ക് നിങ്ങളെ ബന്ധപ്പെട്ട് ദൈവം കൊണ്ടുപോകും. നിങ്ങളല്ല പോകേണ്ടത്. നിങ്ങൾ കേട്ട വാഗ്ദത്തം അതിന്റെ കറക്റ്റ് സമയത്ത് നടക്കും. പക്ഷേ അതിനു വേണ്ടി നിങ്ങളല്ല ബന്ധപ്പെടേണ്ടത്, ദൈവം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നല്ലൊരു ദൈവം വേറെ ഉണ്ടോ? ഇന്ന് പകരം നീ കേട്ട വാഗ്ദത്തങ്ങളും ദൂതുകളുമെല്ലാം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനും അത് നിന്നെ കാണിച്ചു തരേണ്ടതിനും നീയല്ല ബന്ധപ്പെടേണ്ടത്. ദൈവം പറയുന്നു, ഞാൻ അതിനു വേണ്ടി ബന്ധപ്പെടുകയാണ്. ഞാൻ നിന്നെ വാഗ്ദത്തത്തിന്റെ അകത്തു കയറ്റുവാൻ, നീ കണ്ട ദർശനത്തിനെ നിന്റെ കരകളിൽ തരുവാൻ, നീ കണ്ട സ്വപ്നത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ രാപകലില്ലാതെ ബന്ധപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പരിപാടിയാണ് നീ കണ്ട ദർശനം, വെളിപ്പാട്, വാഗ്ദത്തങ്ങൾ, നീ കേട്ട ദൂതുകൾ. ഇതിലോട്ടൊക്കെ നീ ബന്ധപ്പെട്ടത് കൊണ്ട് കയറത്തില്ല. അതിലോട്ട് നിന്നെ ബന്ധപ്പെടുത്തി കയറ്റുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനാണ് ഇപ്പൊ ബന്ധപ്പാട് നിന്നെ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നിന്നെ അനുഗ്രഹിക്കാൻ ആർക്കാണ് ബന്ധപ്പാട്? ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം, ആർക്കാണ് ബന്ധപ്പാട് വാഗ്ദത്തം പ്രാപിക്കാൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ, ദൈവം നിന്നെ നോക്കിയൊരു ദൂത്, ഒരു പ്രവാചകനോ ഒരു പാർഷോ, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വചനം ഒരു പ്രകാശമായി വെളിപ്പെട്ട് നിന്റെ ഉള്ളിലങ്ങ് കത്തി നിന്നെക്കുറിച്ചൊരു ദൂത് ദൈവം പറയുകയാണെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് വരുന്നത് ദൈവിക വെളിപ്പാടാ. നിന്നെക്കുറിച്ചുള്ള പ്ലാനാ, പദ്ധതിയാ, ഭാവിയെക്കുറിച്ച്. നിന്നെ ഞാൻ ഇന്നതാക്കും. ഹല്ലേലൂയ. അതിന്റെ ഉത്തരവാദി ആരാ? നീയാണോ? അപ്പൊ പിന്നെ നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? ഈ ദൂത് കേട്ട എത്ര പേരുണ്ട്? ദൂത് കേട്ടിട്ടുള്ളവരൊക്കെ എത്ര പേരുണ്ട്? ഞാൻ പ്രവചനം കേട്ടിട്ടുണ്ട്, ദൂത് കേട്ടിട്ടുണ്ട്. എന്നെ വിളിച്ച് കേട്ട് പലരും തലയിൽ കൈവച്ച് വെച്ച് തലയിൽ മുടി പോലും ഇല്ല. അതുപോലെ ഇഷ്ടം പോലെ അല്ലേ പ്രവാചകന്മാരൊക്കെ കൈ വെച്ച് ഇഷ്ടം പോലെ അല്ലേ? എത്ര വർഷം കൊണ്ട് നമ്മൾ ദൂത് കേൾക്കുന്നത് അല്ലേ? ആ ദൂത് ആരാണ്? ഈ ദൂത് നമ്മൾ കേട്ടു. ഈ ദൂതിന്റെ ഉടമസ്ഥൻ ആരാ? വിശ്വാസം ഉണ്ടോ? ഞാനാണോ അല്ലെങ്കിൽ നമ്മളാണോ അതിന്റെ ഉടമസ്ഥൻ? നിന്നോട് ആരാ ദൂത് പറഞ്ഞത്? ദൈവം. അങ്ങനെയാണെങ്കിൽ ഇത് ആരാ ചെയ്തു തരേണ്ടത്? ദൈവം. പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാ പോരെ? നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ വിശ്വസിക്കുക. കേട്ട ദൂത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. അതിൻ്റെ ദൈവത്തിൻ്റെ ടൈമുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയം വരെ ആ ദൂതിന് വേണ്ടി അത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഹല്ലേലൂയ. പക്ഷെ ആ ദൂതിനകത്ത് നിന്നെ പിടിച്ച് കയറ്റുന്നത് ദൈവമാണ്. ആ ദൂത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ട് തരുന്നത് ദൈവമാണ്. ആ ദൈവമാണ് നിന്നെ ഒരു രാജാവാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. പത്രോസ് യേശുക്രിസ്തുവിനെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ പത്രോസ് മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ അന്ത്രയോസും
യോഹന്നാനും കൂടെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഞാനും അന്ത്രയോസും എന്ത് ചെയ്തു, പിന്നെ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ആരെ കണ്ടാലും സർപ്പസന്തതി എന്ന് വിളിക്കുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആരാണ്? യോഹന്നാൻ സ്നാപകൻ. പുള്ളി വാ തുറന്നാ വിളിക്കുന്നത് ദാ പോകുന്ന ഒരു സർപ്പസന്തതി. ഇതേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പ്രവാചകന്റെ കൂടെയാണ് ആര് നടന്നത്? യോഹന്നാനും അന്ത്രയോസും ഒക്കെ നടക്കുകയാണ്. അവര് കിടുകിട വിറച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ഇത് ശുശ്രൂഷിക്കുന്ന ആരാണ്? യോഹന്നാനാ. യോഹന്നാൻ സ്നാപകനാ. പുള്ളിയുടെ സ്വഭാവം എന്താണ്? പുള്ളി വെട്ടുകിളിയൊക്കെ തിന്നത്തുള്ളൂ, തേനും വെട്ടുകിളിയും തിന്നത്തുള്ളൂ. അദ്ദേഹം തോൽമാറ് കൊണ്ട് പിന്നെ ഇങ്ങനെ ഇത് മറച്ച് പിന്നെ വെട്ടുകിളിയെ തിന്ന് തേനും തിന്ന് ഒരു പ്രത്യേക രീതിയിൽ. അപ്പൻ വേറെ ലെവലാണ്. അപ്പനെ പോലെ അല്ല മകൻ. അപ്പൻ എന്ന് പറഞ്ഞാൽ 45 കോടി രൂപയുടെ വസ്ത്രമാണ് ധരിക്കുന്നത് പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഇത് എന്നെ ലേവി പുരോഹിതനായതുകൊണ്ട് 45 കോടി രൂപ എന്നാണ് പറയുന്നത്. അത്രയും വലിയ ഭയങ്കര ഒരു വസ്ത്രം ധരിക്കുന്നവനാണ് ആര്? അപ്പൻ കഴിക്കുന്നത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കഴിക്കുന്നത്. ഞാൻ ഈ കത്തോലിക്കക്കാരുടെ ഒരു സെമിനാരിയിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഞെട്ടി ബോധം കിട്ടും. ഞാൻ ചിന്തിച്ച്, കർത്താവ് ഒരു അച്ഛനായ മതിയായിരുന്നു. കാരണം 2 പോക്കറ്റ് നിറച്ച് ബദാമും അണ്ടിപ്പരിപ്പും. അതുപോലെ തന്നെ അച്ഛന് ഞാൻ ചെന്ന് പറഞ്ഞ തന്നെ ബദാം വാരി തന്നു. ഞാൻ മനസ്സിൽ ഓർത്തു, ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊണ്ട് വിടുതലാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അണ്ടിപ്പരിപ്പും ബദാമും, പിന്നെ നോക്കിയപ്പോൾ പന്നിയിറച്ചി, പിന്നെ അടുത്ത ഇഡ്ഡലി, ദോശ. അതായത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ 2000 ഐറ്റം. ഞാൻ കണ്ണ് തള്ളിപ്പോയി. ഞാൻ 2-3 ദിവസം റൂം എടുത്ത് അവിടെ തന്നെ അങ്ങ് താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരണം അതുപോലെ അങ്ങ് ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും എന്തോ റോയൽ ലൈഫാ. അതാണ് പുരോഹിതന്മാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഇന്ന് അങ്ങനെയാണെങ്കിൽ പണ്ട് എങ്ങനെയായിരിക്കും? പ്രൈസ് ദി ലോർഡ്. അത്ര ഭയങ്കര മൃഷ്ടാന ഭോജനം, രാജകീയ ഭോജനം. അത് കഴിക്കുന്ന അപ്പന്റെ മകൻ കഴിക്കുന്നത് വെട്ടുകിളി. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്റെ ഇടോ ധൈര്യമുണ്ടോ? നിങ്ങൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു. രാജകീയമായൊരു ഒരു കുടുംബത്തിൽ, കൊട്ടാരം പോലെയുള്ള വീട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും നിങ്ങളുമൊക്കെ വളരെ ഒരു റോയലിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവം പറയാണ് ഇതെല്ലാം വിട്ടിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. കരയൊക്കെ പൊക്കുന്നത് വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കര പൊക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇതൊക്കെ വിട്ടിട്ട് വരുമോ? ഇതൊക്കെ പ്രാപിക്കാനല്ലേ ഇപ്പൊ നമ്മൾ നടക്കണത്. നമ്മൾ നടക്കുന്നതേ രാജാക്കന്മാരെ പോലെ നല്ല ഫുഡ് അടിച്ച് കിടക്കാൻ നമ്മള് ഈ നന്മയൊക്കെ വിട്ടിട്ട് വരുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ യോഹന്നാൻ സ്നാപകൻ വ്യത്യസ്തനാണ്. ഒരു വ്യത്യസ്തനാകാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അപ്പന്റെ വസ്ത്രം എനിക്ക് വേണ്ട, അപ്പന്റെ ഫുഡും എനിക്ക് വേണ്ട, അപ്പന്റെ വസ്തുവും എനിക്ക് വേണ്ട, അപ്പൻ്റെതായ ഒന്നും വേണ്ട, പൗരോഹിത്യവും വേണ്ട. ലേവി ഗോത്രത്തിലാണ് പിറന്നതെന്നുള്ള പാരമ്പര്യം പറയാൻ ഞാൻ തയ്യാറല്ല. എന്നെ വിളിച്ച എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു മരുഭൂമിയെ ജീവിക്കാൻ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു നീ വെട്ടുകിളിയെ തിന്നാൻ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ഈ തേനിനെ കഴിക്കുവാൻ. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ഈ വസ്ത്രം നീ ഉടുക്കാൻ. അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതായത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു തലമുറ. വേറൊരാളിനെ അനുകരിക്കാതെ, വേറൊരു പാസ്റ്ററെ അനുകരിക്കാതെ, എന്നെ വിളിച്ച വിളിക്കകത്ത് തന്നെ ഞാൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വേറെ ആരും ചെയ്യാത്തത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. നമ്മളെല്ലാം അനുകരിക്കുന്നവരാണ്. നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കും. എനിക്ക് ആ പാസ്റ്റർ പോലെ വേണം, ഈ പാസ്റ്ററെ പോലെ ആകണം, എനിക്ക് പാസ്റ്റർ ക്രിസ് ആകണം, എനിക്ക് പാസ്റ്റർ ബെന്നിഹിന്നെ ആകണം, എനിക്ക് സുരേഷ് ബാബു ആകണം, എനിക്ക് അല്ലെങ്കിൽ ഇന്ന ആളാകണം. പക്ഷെ അവർക്ക് ദൈവം കൊടുത്ത ഒരു സ്പെഷ്യലായിട്ട് അഭിഷേകമാണ്. നമ്മളെ ദൈവം വിളിച്ചതൊരു സ്പെഷ്യലായ ഒരു അഭിഷേകമാണ്. ഹല്ലേലൂയ. നമ്മൾ ആരും മറ്റുള്ളവരെ അനുകരിക്കേണ്ടവരല്ല. നമ്മളെ ദൈവം വിളിച്ച വിളിക്കകത്ത് നമ്മൾ നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിന്നിലൂടെ ആരും കാണാത്തതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. ഒരു ഫലപ്രദമായ ശുശ്രൂഷകനായി ദൈവം മാറും. ഹല്ലേലൂയ. അപ്പനെ പോലെ ആകാനല്ല. ഇന്ന് പറഞ്ഞാട്ടെ, പാരമ്പര്യം ഇന്ന് പകൽ വെട്ടി മാറ്റുകയാണ്.
നിന്റെ പാരമ്പര്യം, നിന്റെ അപ്പൻ കാണിച്ചെന്ന വഴിയിലല്ല, നിന്റെ അപ്പൻ ജീവിച്ചതുപോലെയല്ല, നിന്റെ അപ്പൻ പോകുന്ന പള്ളിയിലല്ല, നിന്റെ മാതാവ് പോകുന്ന പള്ളിയിലല്ല, നിന്റെ മാതൃസഭയിലല്ല, നീ ജനിച്ചപ്പോ കണ്ട സ്ഥലത്തല്ല. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് ഇറക്കി. ദൈവം നിനക്കൊരു വെളിപ്പാട് തന്ന, നിനക്ക് പേഴ്സണലായിട്ട് ദൈവം നിന്നോട് സംസാരിച്ച് ഒരു ദൈവശബ്ദം കേട്ട് നീ മാനസാന്തരപ്പെട്ട് ഇറങ്ങിയാൽ നീ ഫലമുള്ള വൃക്ഷമായി മാറും. നിന്റെ യാത്രകൾ വ്യത്യസ്തമാകും, നിന്റെ വസ്ത്രധാരണം വ്യത്യസ്തമാകും, നിന്റെ ഫുഡ് വ്യത്യസ്തമാകും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് ചിലർ പാരമ്പര്യങ്ങളെ വിടട്ടെ. ഹല്ലേലൂയ. അപ്പൊ പാരമ്പര്യങ്ങൾക്കകത്ത് നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു പ്രശ്നമില്ലാതെയൊക്കെ യോഹന്നാൻ എന്ത് ചെയ്തു? ജനിച്ചപ്പോ തന്നെ ആ കുഞ്ഞ് അപ്പന്റെ കെട്ട് പൊട്ടിച്ചവരാ. ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഈ അപ്പൻ പിന്നെ ഈ കുഞ്ഞ് എന്തായി തീരും എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? അപ്പൻ ആ കുഞ്ഞിന്റെ പേരെഴുതി. ആ പേരെഴുതിയപ്പോഴേ അപ്പന്റെ കെട്ടുപൊട്ടി, നാവിന്റെ കെട്ടുപൊട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. രാവിലെ എഴുന്നേറ്റ് പുരോഹിതനായ സെക്കറിയാവ് മക്കളൊന്നുമില്ല, എലിസബത്ത്. എന്നാൽ എലിസബത്തിനെ എന്ത് ചെയ്തു? എലിസബത്തിനെ കണ്ട് സെക്കറിയ പറഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്ക് പോവുക. ചില ആൾക്കാരുണ്ടല്ലോ ഈ ഒരു ഉത്സാഹവും ഇല്ലാത്ത രീതിയിൽ, എവിടെ പോണോ? ഞാൻ ചർച്ചയിൽ പോകുന്നു. ഒരു ഉത്സാഹമില്ല, ഒരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഞായറാഴ്ചയാണ്, ക്രിസ്ത്യാനിയാണ്, നാട്ടുകാരെന്ത് വിചാരിക്കും? ഒന്ന് പോയിരിക്കാം. അവിടെയാണെങ്കിൽ AC ഉണ്ട്, ഒരു സൈഡിൽ ചെന്ന് തൂണിൻ്റെ മറവിലിരുന്ന് ഉറങ്ങുകയും ചെയ്യാം. കോട്ടുവായിടുന്ന എണ്ണത്തിന് ഭയങ്കര വേണ്ട, അടുത്തിരിക്കുന്നവരാണ് എണ്ണുന്നത്. അതുപോലെയാണ് കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നത്. ഉറക്കം തന്നെ. കണ്ണടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ, കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. ചിലരും 3-ാം സ്വർഗം വരെയൊക്കെ പോയിട്ട് വരും. നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് ആശീർവാദം പറയുമ്പോൾ ഇവർ 3-ാം സ്വർഗമൊക്കെ കണ്ടിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ ചെന്നിരിക്കുക. അങ്ങനെയുള്ളവരാണ്. ഇതുപോലെ തന്നെ സെക്കറിയാവിനും മിനിഷി ചെയ്ത് അങ്ങ് മടുത്തു. കാരണം മിനിഷി ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, എല്ലാ വർഷവും പോകും, അകത്ത് കയറും, അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലും, താൻ ധൂപക്കുറ്റിയൊക്കെ എടുത്ത് വീശും, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ തൻ്റെ ഉള്ളിലൊരു സന്തോഷമില്ല. ഹല്ലേലൂയ. ഉള്ളിലൊരു സന്തോഷമില്ല. നിങ്ങളെ പലരുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷമില്ലെന്ന് എനിക്കറിയാം. എന്നാണ്ട് ആ സഹോദരൻ്റെ ചിരി കണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത്. എന്നാൽ പലരുടെയും ഫേസ് കാണുമ്പോൾ ആലയത്തിലായിരിക്കുന്ന വചനമാണ് കേൾക്കുന്നതെങ്കിലും ഉള്ളിലൊരു സന്തോഷമില്ല. അതുപോലെയാണ് സെക്കറിയാവിൻ്റെ ലൈഫും. കാരണം വർഷങ്ങളായി പുരോഹിതനാണ്. അപ്പൻ പുരോഹിതൻ, അപ്പൻ്റെ അപ്പൻ പുരോഹിതൻ, അപ്പൻ പുരോഹിതൻ, എല്ലാവരും പുരോഹിതൻ, ഞാനും പുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളി പോകുന്നു, പൗരോഹിത്യം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. വീട്ടിൽ വരുമ്പോൾ കളിക്കാനും ചിരിക്കാനും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു കൊഞ്ചലും ഒന്നും അവിടെ ഇല്ല. രണ്ടുപേരും വർഷങ്ങളായി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. എന്നാൽ ഉപജീവന മാർഗത്തിന് വേണ്ടി എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വയറിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ആ ഒരു ഗതികേട് നിൽക്കുമ്പോൾ പുള്ളി ഒരു ദിവസം ചെന്ന് കയറി, അകത്ത് കയറി. ഒരു ദൂതൻ എവിടെ നിൽക്കുന്നു? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഡോറ് തുറന്ന്, ഇന്ന് അവിടെ പോയി ഒരു ഇതുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരു ദൂതൻ നിൽക്കുന്നു. അയ്യോ ഭൂതം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പം തന്നെ ബോധം കെട്ട് തറ വീഴും, അല്ലേ? അടുത്ത ആംബുലൻസ് വിളിക്കും, നമ്മൾ കൊണ്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ല. ദൂതനെയൊക്കെ കാണുമെന്നൊരു പ്രതീക്ഷയില്ല. ദൈവത്തെ കാണുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഒട്ടുമില്ലല്ലേ? ഹല്ലേലൂയ. അപ്പോൾ മഹേന്ദ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. അനുഭവം ഇറങ്ങി ഓടും, അല്ലേ? കാരണം നമ്മൾ വിശ്വാസികളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ പരിചയമില്ലാത്തത് കൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കാർക്കും ദൂതനെ കാണുമെന്നോ യേശു വരുമെന്നോ ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഭൂതത്തിനെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, അല്ലേ? രാത്രി കടന്നു, എന്ത് ചെയ്തു? പെട്ടെന്ന് അടുത്ത് എന്തോ ഒന്ന് അനങ്ങുന്ന ഒരു കറുത്ത രൂപം, ചാടി എഴുന്നേറ്റ് നിലവിളി. ഒരു ദിവസം ഞാൻ രാത്രി എവിടുന്നോ പോയിട്ട് നെട്ടച്ചിറ ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് വന്നപ്പോൾ ഒരു കിലോമീറ്റർ ദൂരെ നല്ല വെളിച്ചമുണ്ട്. നല്ല നിലാവെളിച്ചത്തിൽ ഒരു വെളുവെളുത്ത രൂപം ഇങ്ങനെ നിൽക്കുന്നു. 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ആ രൂപം മാറാത്തതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഒരു വാഴയില അതിൻ്റെ കൂമ്പ് ഒടിഞ്ഞു കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഭൂതമായിരിക്കുമെന്ന്. അപ്പൊ നമ്മളെല്ലാവരും കാണാൻ സാധ്യതയുള്ളത് എന്താണ്? മാടനാരി. വെളിയിറങ്ങി നിൽക്കുമ്പോൾ ഒരു പന്തം പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മാടെന്താ പോകുന്നു, ഭൂതം പോകുന്നു. പക്ഷെ നമ്മളാരും ഇന്ന് വരെ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവശബ്ദം കേട്ടിട്ടില്ല, പ്രൈസ് ദി ലോർഡ്, ദൂതന്മാരെ കണ്ടിട്ടില്ല.
പക്ഷെ കണ്ടവരുണ്ട്, കാണാൻ താല്പര്യമുള്ളവരുണ്ട്, ഈ ആരാധനയ്ക്കകത്ത് തന്നെ കണ്ടവരുണ്ട്, വെളിപ്പാട് കണ്ടവരുണ്ട്, ദൂതനെ കണ്ടവരുണ്ട്, ദൈവത്തെ കണ്ടവരുണ്ട്, കാണാൻ വേണ്ടി വരുന്നവരുണ്ട്, പ്രതീക്ഷയുള്ളവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് പകല് ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും വന്നായാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ദൈവത്തിന് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെക്കറിയാവിനെ സംബന്ധിച്ച് പുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. എലിസബത്ത് പുരോഹിതന്റെ ഭാര്യയാണ്. പക്ഷെ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമെന്ന്. വർഷങ്ങളായി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം ദാ പൗരോഹിത്യം ചെയ്യാൻ വന്ന സെക്കറിയാവിന്റെ ഫ്രണ്ടിൽ ദൂതൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയണം, വർഷങ്ങളായി പ്രാർത്ഥിച്ച് മടുത്ത് നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ എന്റെ ദൈവം ഒരു ദൂതനെ ഇറക്കി മറുപടി തരാൻ പോയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തവും ദൂതും നടപ്പിലാക്കേണ്ടത് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് ഇന്ന് ബലാത്കാരമായി ഫോഴ്സ്ഫുള്ളി ദൈവം നിന്റെ ലൈഫിൽ കയറി വരാൻ പോകുന്നു. ആ വാഗ്ദത്തം വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവം അതിലേക്ക് തിടുക്കമായി ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, ദൈവം വളരെ ശക്തമായി തിടുക്കത്തിൽ വേഗത്തിൽ ഫോഴ്സ്ഫുള്ളി ബലാത്കാരമായി നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് കേറി വരാൻ പോകുന്നു. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, പെട്ടെന്ന് ബലാത്കാരമായി തിടുക്കത്തിൽ ദൈവം ചിലർക്ക് മറുപടി തരാൻ പോകുന്നു. എല്ലാവരും പറഞ്ഞ തിടുക്കത്തിൽ, പെട്ടെന്ന്. അടുത്തിരിക്കുന്നവരെ നോക്കി, പെട്ടെന്ന് നിന്റെ ലൈഫിൽ തിടുക്കത്തിൽ ദൈവപ്രവൃത്തികൾ, പെട്ടെന്ന് ചില വിടുതലുകൾ, പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ. നീ പ്രാർത്ഥിച്ച് മടുത്ത വിഷയത്തിൽ, നീ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ, നീ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങും. യെസ്, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോയ. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, സെക്കറിയാവേ എന്ന് വിളിച്ചു. സെക്കറിയാവിന്റെ ശരീരം മുഴുവൻ കോരിത്തെരിച്ച് മരവിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഞാൻ ഒരു സന്തതിയെ തരാൻ പോവുകയാണ്. അവൻ കർത്താവിന്റെ വഴി ഒരുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. എല്ലാം കേട്ടപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നായി. തക്ക സമയത്ത് നിവർത്തിക്കേണ്ട ദൈവിക ദൂതിനെ, ആലോചനയെ നീ അവിശ്വസിച്ചത് കൊണ്ട് അത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ നിന്റെ നാവ് ഇനി ചലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്ന ചില പ്രവചന ദൂതുകളെ ആമേൻ പറഞ്ഞ് നീ ഏറ്റെടുത്തോളണം. നീ അതിനെ അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ, ഒരു ദൂത് പറഞ്ഞാൽ, അത് നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമല്ല പറയുന്നത്, ദൈവത്തിന്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണ്. അത് നിന്റെ പോക്കറ്റിലെ കാലിയായ പോക്കറ്റ് കണ്ടല്ല പറയുന്നത്, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് കണ്ടിട്ടല്ല ദൈവം അത് ദൂത് പറയുന്നത്, നിന്റെ ശരീരം കണ്ടിട്ടല്ല, നിന്റെ പ്രായം നോക്കിയല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതിന് പ്രവചനത്തിന് പ്രായ പരിധികളില്ല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ, ഡോക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞാൽ 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, 50 ഇനിയിപ്പം മക്കളൊന്നും ഉണ്ടാകത്തില്ല, തലമുറയൊന്നും ഉണ്ടാകത്തില്ല, പ്രായം കഴിഞ്ഞു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രം പറയുന്നത് എത്ര വയസ്സായി? 40 വയസ്സ്, 45. ഇനിയിപ്പം വലിയ ബുദ്ധിമുട്ടാ, ഇനിയിപ്പം ഒരു ഗർഭധാരണത്തിനുള്ള സമയമല്ല എന്ന് എല്ലാ ഡോക്ടേഴ്സും അത് പറയും. അത് കാരണം ലോകം അത് പറയും, ജഡം അത് പറയും, ശാസ്ത്രം അത് പറയും. പക്ഷെ ദൈവം എന്ത് പറയും? 99 വയസ്സായാലും 75 വയസ്സായാലും ദൈവം പറയും, ഇനിയും എനിക്ക് പ്രവർത്തിക്കാൻ ശക്തിയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്റെ ദൈവം ഇന്ന് പകല് ലോകവും ശാസ്ത്രവും സയൻസും നിന്റെ പ്രായം നോക്കി, പരിധി നോക്കി, നിന്റെ ത്വക്ക് നോക്കി, നിന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നോക്കി പറയുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയുന്നത്, നിന്റെ സാഹചര്യങ്ങളെ കണ്ടിട്ടില്ല, നിന്റെ ശരീരത്തിലെ ആരോഗ്യം കണ്ടിട്ടല്ല, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എന്റെ ദൈവം പറയുന്ന ദൂതുകൾ അസാധ്യമായ ദൂതുകൾ, അത്ഭുതകരമായ ദൂതുകൾ, സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ ഇന്ന് പകൽ ശൂന്യമായിരിക്കുന്ന നിന്നെ നോക്കി എന്റെ ദൈവം പറയാൻ പോയ. അതാ ദൈവത്തിന്റെ പ്രത്യേകത. ഡോക്ടർമാര് പറയും 40 45 വയസ്സായി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം പറയും, ഇനിയാ ഞാൻ തുടങ്ങാൻ പോകുന്നത്.
ലോകം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തുടങ്ങുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവമായ യേശുക്രിസ്തു മാത്രം. ഈ ലോകം തീർന്നു, തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ ഈ ലോകവും നിയമങ്ങളും അഡ്വക്കറ്റും കോടതികളും ഡോക്ടേഴ്സും എല്ലാവരും തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തിയുള്ള കരം കൊടുങ്കാറ്റ് പോലെ ചലിക്കാൻ പോവുക. In the name of Jesus. അസാധ്യമായ ദൈവപ്രവൃത്തി ചിലരുടെ ജീവിതത്തെ നോക്കി ആത്മാവ് കൽപ്പിക്കുന്നു. ലോകം മതി തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ ദൈവം പറയും, നിന്റെ ലൈഫില്, നിന്റെ ജീവിതത്തില് ഇതാ ചില പുതിയ സീസണുകൾ സ്റ്റാർട്ടാകാൻ പോവുക. ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ ഭവനങ്ങൾ, പുതിയ ചില ബിസിനസ്സുകൾ, പുതിയ ചില ശുശ്രൂഷകൾ, പുതിയ ചില യാത്രകൾ, വിവാഹങ്ങൾ, തലമുറകൾ. ഇപ്പോൾ അതിന്റെ കെട്ടുകളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ. ആ തലമുറയാണ് ഉണ്ടായപ്പോൾ യോഹന്നാനോട് നാട്ടുകാർ ചോദിച്ചു, ഈ കുഞ്ഞിന് എന്ത് പേരിടണം? പറയാൻ വായില്ല, നാവില്ല. എന്ത് ചെയ്യുന്നു? ഉടനെ എഴുതി യോഹന്നാൻ കെട്ടുപൊട്ടി. അപ്പന്റെ കെട്ടുപൊട്ടിക്കുന്ന തലമുറകൾ ഈ സഭയ്ക്ക് എഴുന്നേക്കാൻ പോവുക. ചില അപ്പന്മാരുടെ മാനസാന്തരത്തിന്, അപ്പന്മാരുടെ ബീഡി വലി മാറാൻ, അപ്പന്മാരുടെ സിഗരറ്റ് വലി മാറുവാൻ, അപ്പന്മാരുടെ ശാപം പൊട്ടുവാൻ, അപ്പന്മാരെ നേർവഴിക്ക് നടത്താൻ, അപ്പന്മാരുടെ എല്ലാ പിശാച് പിടിച്ച സ്വഭാവങ്ങളെ വെട്ടിക്കളയുവാൻ, പാരമ്പര്യം അന്നും ഇന്നും എന്നെയും നിന്നെയും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പിതാക്കന്മാരുടെ പാരമ്പര്യ പൈശാചിക ശക്തികൾ, കൊലപാതകത്തിന്റെ ശക്തികൾ, വയലന്റ് സ്പിരിറ്റുകൾ, മദ്യപാന ശക്തികൾ, ചീട്ടുകളിയുടെ സ്പിരിറ്റുകൾ, അങ്ങനെ തുടങ്ങി പല മേഖലകളും ഇന്നും എന്നെയും നിന്നെയും മുന്നോട്ട് വിടാത്ത ചില പാരമ്പര്യ പൈശാചിക ശക്തികളെ എന്റെ ദൈവം വെട്ടി ദൂരെ കളയാൻ പോവുകയാണ്. ഗിദെയോന്റെ പിതൃപാരമ്പര്യങ്ങളെ തകർത്ത ദൈവം. എപ്പോഴും നിങ്ങൾ ഈ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കയറി മുന്നോട്ട് പറക്കാൻ പറ്റാത്തത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ആ പഴയ ട്രഡീഷണൽ പാരമ്പര്യ പൈശാചിക ശക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മാനസാന്തരമില്ലായ്മ, അവരുടെ വിഗ്രഹാരാധന, അവരുടെ നടപ്പ് ശരിയല്ലാത്തത്, അവരുടെ പ്രവൃത്തി ശരിയല്ലാത്തത്, അവരുടെ ചിന്താഗതികളാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ശാപമായി ഇന്നും കിടക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവം സീസൺ വരുമ്പോൾ ആ പാരമ്പര്യ പൈശാചിക ശക്തികളെ വെട്ടി ദൂരെ കളഞ്ഞിട്ട് നിന്നെ പുറത്ത് കൊണ്ടുവരും. ഇതാ യോഹന്നാൻ സ്നാപകനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് അപ്പൻ എന്ന് പറയുന്ന പൗരോഹിത്യത്തിന്റെ അകത്ത് കിടക്കുന്ന അവിശ്വാസിയായ ശുശ്രൂഷകനാണ്, പാസ്റ്ററാണ്. ഒരു വിശ്വാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസവും ഇല്ല. ദൈവത്തെ കാണുമെന്ന് വിശ്വാസമില്ല. പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് വിശ്വാസമില്ല. ദൂതനെ കാണുമെന്ന് വിശ്വാസമില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള പുരോഹിതന്റെ കുടുംബത്തിനകത്ത് നിന്ന് തീ മാറുന്ന ശുശ്രൂഷകനായി, പ്രവാചകനായി, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു അഗ്നി ശുശ്രൂഷകൻ പുറത്തു വരികയാണ്. ആ വ്യക്തി ഒരു മനുഷ്യനെ ഭയപ്പെടുന്നവനല്ല, രാജാക്കന്മാരെ ഭയപ്പെടുന്നവനല്ല, ഇസബേലിയ ശക്തികളെ ഭയപ്പെടുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ രാജാവിനെ നോക്കി പറയാ, നീ വ്യഭിചാരിയാണ്. പ്രൈസ് ദി ലോർഡ്. രാജ്ഞിയെ നോക്കി പറയാ, നീ വ്യഭിചാരിയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും നോക്കി പറയാ, നീ മദ്യപാനിയാണ്. പാപം ചെയ്യുന്നവനെ നോക്കി അവൻ പറയുകയാണ്, നീ സർപ്പസന്തതിയാണ്. ഹല്ലേലൂയ. പേടിയില്ലാത്തൊരു തലമുറ. പ്രൈസ്. ഭയമില്ലാത്ത തലമുറ, മനുഷ്യന്റെ മുഖം നോക്കാത്ത തലമുറ, ദൈവത്തെ ഭയപ്പെടുന്നൊരു തലമുറ. ആ തലമുറയാണ് യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, ശക്തമായി പ്രസംഗിച്ചുകൊണ്ട്, മാനസാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. കാലം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരത്തിന്റെ ശുശ്രൂഷ ഭയങ്കരമായി യോഹന്നാൻ സ്നാപകൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 30 വയസ്സ് പ്രായമുള്ള നിറ യൗവനം തുളുമ്പുന്ന സൗന്ദര്യമുള്ള 10,000ങ്ങളിൽ സുന്ദരനായ ഒരു വ്യക്തി ഇതാ കയറി വരികയാണ്. ആ വ്യക്തിയെ കണ്ടപ്പോൾ സർപ്പസന്തതി എന്ന് വിളിച്ച് മാനസാന്തരത്തിന്റെ പ്രസംഗം നടത്തിയ യോഹന്നാന്റെ ലെവല് മാറി. അതാ തിരിഞ്ഞ് ആ കോമളനായ മനുഷ്യൻ
യേശുവിനെ നോക്കി പറയുകയാണ്, ഇതാ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടിനെ ഞാൻ കാണുകയാണ്. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ ഇവൻ തീ കൊണ്ടും വെള്ളം കൊണ്ടും മാത്രമല്ല തീയാലും പരിശുദ്ധാത്മാവിനാലും ഇവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെട്ടെന്ന് ആ കോമളനായ സുന്ദരനായ ആ വ്യക്തി 10,000-കണക്കിന് ആൾക്കാരുടെ ഇടയിലൂടെ വന്നപ്പോൾ ഇത്രയും പേരെ നോക്കിയിട്ട് പറയാത്തൊരു ദൂത്, ആദ്യമായൊരു പോസിറ്റീവ് ദൂത് പറയാണ് യോഹന്നാൻ. അന്ന് വരെ പറഞ്ഞ എല്ലാം നെഗറ്റീവാ, നീ തട്ടിപ്പോകുമെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഇവിടെ പറയാണ്, ഇതാ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ഈ വരുന്ന ആൾ വെള്ളം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്ന ഈ വ്യക്തി ഇതാ വരികയാണ്. ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൂതും വെളിപ്പാടും കണ്ട് കേട്ട ജനമെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ 10,000 സുന്ദരനായ യേശു ക്രിസ്തു നടന്നു വരികയാണ്. അടുത്തൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ആ വ്യക്തി കയറി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി ചോദിച്ചു, നിന്നാൽ സ്നാനം നടത്തി കഴിക്കാൻ ഞാൻ തയ്യാറാണ്, നീ റെഡിയാണോ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് അത് വേണോ? അത് വേണം, അത് തിരുഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു, സ്വർഗം തുറന്നു. എന്നിട്ട് പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. പ്രൈസ്. ഈ ശബ്ദം കേട്ടപ്പോൾ, ഈ അടയാളങ്ങൾ കണ്ടപ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകന്റെ കൂടെ നിന്ന ശിഷ്യന്മാരെല്ലാം ആ യോഹന്നാനോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ വരുവാനുള്ള മശിക, വരുവാനുള്ളവൻ ഇവനാണോ? നീ ഇവന് വേണ്ടിയാണോ വഴിയൊരുക്കാൻ വന്നത്? ഇവനെ ഞങ്ങൾ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പാർട്ടി. അപ്പോഴാണ് തിരിഞ്ഞ് രണ്ടുപേര് യേശുവിന്റെ കൂടെ പോവുകയാണ്. യോഹന്നാനും ഹല്ലേലൂയ അന്ത്രയോസും പോയിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് താമസിക്കുന്നത്? യേശു കർത്താവ് പറയാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ വസിപ്പാൻ സ്ഥലമില്ല, വന്ന് കാണുവിൻ. ഇന്ന് പകൽ വന്ന് കാണാൻ വിളിക്കുക. വീട്ടിൽ ഇരിക്കുന്നവനൊന്നും അല്ല വിടുതല്. ഇന്ന് വന്ന് കാണാൻ വന്നിരിക്കുന്ന നിനക്കൊരു വിടുതൽ സംഭവിക്കാൻ പോവുക. കർത്താവ് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, വരുവിൻ, കാണുവിൻ. എന്റെ കൂടെ ഒന്ന് വന്നു നോക്ക്, എന്റെ ഭവനത്തിൽ വന്നു നോക്ക്, എന്റെ കൂടെ ഒന്ന് നടന്നു നോക്ക്, എന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്ക്. അപ്പോൾ കാണാം ഞാൻ ആരാണെന്ന്. എന്റെ ശബ്ദം, എന്റെ ശക്തി നീ തിരിച്ചറിയും, എന്റെ പ്രവൃത്തി നീ തിരിച്ചറിയും. ഇന്ന് പകൽ കർത്താവ് പറയാണ്, വന്ന് കാണുവിൻ, വന്ന് കാണുവിൻ. ചില വ്യക്തികളോട് ആത്മാ പറയുകയാണ്, നിനക്ക് ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ വന്നൊന്ന് നോക്ക്, വന്നൊന്ന് കാണുവിൻ. നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോയാൽ ആത്മാ പറയുന്നു, വന്ന് കാണുവിൻ. ദൈവത്തിന്റെ ഗ്ലോറി നീ കാണാൻ പോയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടുപേര് ഈ യേശുക്രിസ്തുവിന്റെ കൂടെ പോയപ്പോൾ അവർക്ക് മനസ്സിലായി, ചെന്ന് കയറുന്നിടമാണ് പുള്ളിയുടെ വാസസ്ഥലം. എവിടെയാണെന്ന് സ്ഥിരമായി ഒന്നുമില്ല, പക്ഷെ എവിടെയാണെങ്കിലും പ്രൊവിഷനുണ്ട്, എവിടെയാണെങ്കിലും നിറവുണ്ട്, എവിടെയാണെങ്കിലും സ്വർഗത്തിൽ കിടക്കുന്നത് പോലെയാണ്. എവിടെയാണെങ്കിലും യേശു കൂടെ ഉള്ളത് കൊണ്ട് സ്ഥലം ഒരു വിഷയമല്ല, സമയം ഒരു വിഷയമല്ല, ഹല്ലേലൂയ, മരുഭൂമി ഒരു വിഷയമല്ല, കാലം ഒരു വിഷയമല്ല. എന്താണെങ്കിലും യേശു കൂടെ ഉണ്ടെങ്കിൽ മരുഭൂമിയും വിഷയമല്ല, ലേറ്റായോ അതൊരു വിഷയമല്ല. ഒന്നും വിഷയമല്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു വിഷയമേ അല്ല. നിനക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിന് കാരണം യേശു നിന്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. ഈ ദൈവം കൂടെ ഇല്ലാത്തവർക്കാണ് എല്ലാം വിഷയം.